മോഡിഫിക്കേഷനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവര് ചിരിച്ചത് മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ നിലപാടുണ്ട് നമ്മുടെ CM എന്നാണ് തോന്നുന്നത്. അതൊക്കെ നടക്കുമല്ലോ, പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. വൈറൽ വീഡിയോ കാരണം മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. CM കാരണം മാത്രം. ഇത് 2 ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പൊ നമ്മള് CM ആയതുകൊണ്ടാണ് CM-നോട് കേരളം മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചത്. ഇപ്പൊ എന്റെ മണ്ഡലത്തിലുള്ള ഒരാളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ മണ്ഡലത്തിന്റെ ഉള്ളത്തെ ഒരു കാര്യമല്ലേ ചോദിക്കണ്ടേ. എല്ലാ രാഷ്ട്രീയക്കാരും വരും വോട്ട് ചോദിക്കാൻ നേരത്തെ ഒരു ഗ്രൗണ്ട് തരാന്ന് പറയും. ഇതുവരെ അത് നടന്നിട്ടില്ല. നമുക്ക് മുന്നിൽ നിൽക്കാനായിട്ട് നമുക്കൊരു ലീഡർ വേണം. അതാണ് ഞങ്ങളെ ഷൗക്കത്ത്. യുവാക്കളെല്ലാം വെറും പാരസൈറ്റ്സ് മാത്രമാണ് എന്നുള്ളത്. പശുവിനെ ബീഫാണെന്ന് പറയുന്ന ടീമാണ്. എഴുത്തച്ഛൻ ഏത് നാട്ടുകാരനാ? മലപ്പുറക്കാരാണ്. മൂപ്പര് വായാന്ന് എഴുതിയത് വാഴാന്ന് വായിച്ചത് നിങ്ങളെ കുറ്റാണ്. ഇന്നലെ ബാംഗ്ലൂര് പോയപ്പം അവിടെ കുറെ ചേച്ചിമാര് ഇന്റെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ അന്തം വിട്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടല്ല. ഹായ് ഓൾ, വെൽക്കം ടു For Blaze മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ CM-നെ പൂക്കി CM ആക്കി മാറ്റി ചിരിപ്പിച്ച ഒരു സുന്ദര ചുള്ളം കുട്ടനുണ്ട്. എന്താടാ അങ്ങനെയൊക്കെ ചോദിക്കണേ? കൊറേ മെസ്സേജ് വന്നിട്ടുണ്ടാവല്ലോ, സുന്ദരൻ സുന്ദരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് എന്നാലും 70. ഞാൻ നോക്കണ സമയത്ത് നിനക്ക് 15 അതിന്ന് ഇപ്പൊ 19 ആയി. അത് ഈ ഒരു വൈറൽ വീഡിയോ കാരണം മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഓ, നിന്റെ സൗന്ദര്യത്തിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. ഒരിക്കലും ഇല്ല. പക്ഷെ നിന്റെ ഇതെടുത്ത് പറഞ്ഞു തീർത്തില്ല. നിന്റെ പേര് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ സ്വന്തം ഫിജിനെ, നിലമ്പൂർകാരുടെ സ്വന്തം ഫിജിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പൊ ഹായ് ഫിജിൻ. ആ ഫ്ലോയിൽ അങ്ങ് പോയായിരുന്നല്ലേ. പക്ഷെ പേര് പറയാത്തോണ്ടാ ഞാൻ പിന്നെ തിരിച്ചു പോയത്. എല്ലാവർക്കും അറിയാന്ന്. കേരളത്തില് 3.5 കോടി ജനങ്ങൾ. എന്നിട്ട് ആരും ഇപ്പം ആരെങ്കിലും ഒക്കെ കണ്ടിട്ടേടാ നീയല്ലടാ പൂക്കി CM ആക്കി. ഞാൻ ഇന്നലെ ബാംഗ്ലൂര് പോയപ്പം അവിടെ കുറെ ചേച്ചിമാര് ഇന്റെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ അന്തം വിട്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടല്ല. ഇത് 2 ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അങ്ങനെയാണ് നീ ഇപ്പോഴും വിചാരിച്ചു വെച്ചേക്കുന്നത്? ഇപ്പോഴും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, നീ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. നീ ഇപ്പൊ സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി ഒരിക്കലും ഇല്ല. അങ്ങനെന്താ? ബാംഗ്ലൂരിലെ ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? ദൈവം എന്നോട് തന്നെയാണോ? ഞാൻ ചോറുന്നോണ്ടിരിക്കുക. ഞാൻ ചോറുന്ന സമയത്താണ് ഇവര് ഫോട്ടോ എടുക്കണേ. അപ്പൊ ഞാൻ ചോറ് ഇങ്ങനെ ചിരിച്ച് ഓക്കെ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് സെലിബ്രിറ്റീസിന്റെ ബുദ്ധിമുട്ട്. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ ഒരു ഡിസ്റ്റൻസ്. സെലിബ്രിറ്റീസ് ഒന്നും പറയരുത്, അത്ര ആയിട്ടില്ല. എന്നാ ശരി, അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായോ? ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. അത് സത്യം പറഞ്ഞാൽ അത് രസല്ലേ, എൻജോയ് ചെയ്യേണ്ട സംഭവമാണ്. എൻജോയ് ചെയ്യാലേ. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഞാൻ 2 ആൾക്കാർ കാണുമ്പോ തന്നെയാണ് ഇവരെടുക്കണേ. രസല്ലേ? രസാണ്. ആരായിരുന്നു ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിനക്ക് തന്നത്? ആരും തന്നിട്ടൊന്നുമില്ല. നീ തന്നെ പോയി ചോദിച്ചതാ? ഞാൻ ഒരു മലപ്പുറംകാരനല്ലേ, സ്വാഭാവികമായിട്ടും കാലിമ കളിയിലോർക്കും അങ്ങനെയൊന്നും പറയണ്ട. വണ്ടിഭ്രാന്തും ഉണ്ട്, പന്ത് കളിയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്നെപ്പോലത്തെ ഒരു ചെറുപ്പക്കാരന് മൂപ്പരെ കണ്ടു കഴിഞ്ഞാല് ആരായാലും അതാ ചോദിക്കണം. ആരായാലും ചോദിക്കണം ഇനി മോഡിഫിക്കേഷനെ കുറിച്ച് എന്തായി എന്നുള്ളതാ ചോദിക്കുക. കാരണം CM ആവുന്നതിന്റെ മുന്നേ ഓൾറെഡി ആള് പറഞ്ഞു, വാക്ക് കൊടുത്തുപോയി. എന്ത് CM ആയി കഴിഞ്ഞാല് മോഡിഫിക്കേഷന് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ലെവലിൽ ആള് പറഞ്ഞു. അപ്പൊ ഇനി CM ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. അപ്പൊ മാറ്റുമോ ഇല്ലേ ഒരു സംശയം എനിക്കുണ്ടിനി. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചോദിച്ചു നോക്കിയതാ. നിന്റെ മുഖം കണ്ടിട്ട് പുള്ളിക്കാരന് വാത്സല്യം തോന്നിയിട്ടാണ് ആ ഒരു റിയാക്ഷൻ ഇട്ടേന്നാ പറഞ്ഞത്. അതപ്പൊ ഞാനും ഏത് വകയിലാണ് എനിക്കറിയില്ല. നിന്നെ കണ്ടിട്ട് പക്ഷെ ഒരു സുന്ദരക്കുട്ടനായിട്ട് തോന്നിയോണ്ടായിരിക്കും. അങ്ങനെയല്ല, സ്വന്തമായിട്ട് കണ്ണാടി നോക്കുമ്പോ എന്താ തോന്നാറ്? അത് വേറൊന്നല്ല. അത് സംഭവം ഇങ്ങനെ കണ്ടിട്ട് വാത്സല്യം തോന്നി എന്താ വെച്ചാല്, ഞാൻ നോക്കുമ്പോ അവിടെ 30-35 വയസ്സിന്റെ മേലുള്ള ആൾക്കാരാണുള്ളത്. കാരണം കൂടുതലും സാറ്റലൈറ്റ് റിപ്പോർട്ടേഴ്സ് ആണ്. അപ്പം 30-35 വയസ്സുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഒരു റിപ്പോർട്ടർ, ഒരു 30-40 വയസ്സുള്ള ഒരാള് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ ആളെ ഇവിടെ ഇരുന്ന് കസാരന്റെ ഇവിടെ ഇരുന്നത്. എന്നിട്ട് ഞാൻ ഫോൺ വിളിച്ച് ഇങ്ങനെ തന്നെ. അപ്പം ഞാൻ ആളോട് കുറെ പ്രാവശ്യം പറഞ്ഞു, ഇത് ചോദിക്കുന്നത് കത്തും, മോഡിഫിക്കേഷനെ കുറിച്ച് ചോദിക്കുക കത്തും.
ഇയാളിത് ചോദിക്കണേ, ഈ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചോദിക്കണേ, എനിക്കിത് മനസ്സിലായി, ഞാൻ ഇത് ഇട്ടിട്ടും എനിക്ക് കാര്യമില്ല, വലിയ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. അപ്പൊ അതായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാനൊന്നും നോക്കിയില്ല, എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ ചോദിച്ചു മോഡിഫിക്കേഷനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അവര് ചിരിയൊക്കെ ചിരിച്ചത് അതുകൊണ്ട് പുള്ളി നോക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര വലിയ കാര്യങ്ങളിലെ ഒരു ചെറിയ കാര്യം. അല്ല, ഇത്ര വലിയ റിപ്പോർട്ടേഴ്സിന്റെ ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ ബാക്കി റിപ്പോർട്ടേഴ്സിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അവരും ചിരിച്ചു, കാരണം ആളാ എന്താ റിയാക്ഷൻ ഇട്ടതല്ലേ. അപ്പൊ ഇവരും ആദ്യമായിട്ട് കാണുകയാണ് ഈ റിയാക്ഷന്, ഒരു CM-ന്റെ ഇങ്ങനത്തെ റിയാക്ഷൻ എന്നൊക്കെ പറയുമ്പോ. അപ്പൊ ഇവരും ചിരിച്ചു, എല്ലാരും ചിരിച്ചു അവിടെ. പിന്നെ പൂക്കി എന്നുള്ളൊരു പേരെങ്ങനെയാ വീണത്? ഇപ്പൊ നമ്മള് CM-നെ ഇപ്പൊ പൂക്കി CM ആയിട്ടാ കാണണേ. കാരണം പിണറായി വിജയന്റെ ഒരു ധാർഷ്ട്യം എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്തൊരു 5 വർഷം നമ്മുടെ പൂക്കി CM-നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ധാർഷ്ട്യം കഴിഞ്ഞിട്ട് ഒരു ചിരിയുള്ള ഒരു CM. അത് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. അപ്പൊ നമ്മുടെ CM പൂക്കി CM ആണ്. പൂക്കി CM എന്നല്ല, ആളെല്ലാരോടും ഫ്രണ്ട്ലി ആണ് എന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് ഞാൻ ഇപ്പൊ ചോദിക്കണതാണെങ്കിലും എന്റെ മുന്നേ ഉള്ളവരോട് ചോദിച്ചതാണെങ്കിലും ആള് ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷെ അങ്ങനെ ഒരു ചിരി ചിരിച്ചത് എന്നോട് മാത്രമാണ്. അത് പറഞ്ഞില്ല, വാത്സല്യം കൊണ്ടാ. അല്ല, അത് ആ വീഡിയോ ഞാൻ കണ്ടു, ആ വാത്സല്യം കൊണ്ട് മകള് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കാണുമ്പോ ഭയങ്കര സന്തോഷം. ഇങ്ങനെയൊക്കെ ഞാൻ CM ഇത് കാണുന്നുണ്ട് വിചാരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കേരളം മൊത്തം കാണിച്ചു കൊടുത്തു. ഇപ്പൊ ബ്രാൻഡുകളൊക്കെ ആ വീഡിയോ ഉപയോഗിച്ച് കണ്ട്. അതെ, ഒരുപാട് ബ്രാൻഡുകള്, മിൽമ, ഓപ്പോ, എത്ര. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു 2 പേർക്ക് ഡബ് ചെയ്ത് കൊടുത്തു. ആ ഇന്ന കൺസൾട്ടൻസിയുടെ ഇതിന് വേണ്ടിട്ട്, ആഡിന് വേണ്ടിട്ട് ആ ഒരു മ്യൂസിക് വെച്ച് ഞാനും ഡബ്. എനിക്ക് കുറച്ച് കോളേജ് അങ്ങനെയല്ല, കോളേജിന്റെ ടീമുകളൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അളിയ നമ്മളെ കോളേജിനെ കുറിച്ച് അപ്പം ഇങ്ങനെ ചോദിക്കുക, എനിക്ക് നിന്റെ സൗണ്ട് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ അയച്ചു കൊടുക്കണം, കോളേജ് എങ്ങനെയുണ്ട് CM സാർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഒന്നും ഇതുവരെ ഒരു പേയ്മെന്റ് വാങ്ങിയില്ല, ഒരു പരിപാടി പ്രമോഷനൊക്കെ ചെയ്യണ്ടേ? ഇല്ലില്ല. നിന്റെ മുടിക്ക് കിട്ടുവടാ. അതല്ല, മുടിക്ക് കിട്ടിയ സാധനം വാങ്ങുന്നല്ലാതെ പൈസ വാങ്ങൂല. അതൊക്കെ മുടിക്ക് കൊളാപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? നിന്റെ പ്രൊഫൈൽ എടുത്ത് ഇപ്പൊ എല്ലാവരും നോക്കുന്നുണ്ടോ? കൊറേ ആൾക്കാര് മെസ്സേജ് അയച്ചു, മുടിയിൽ എന്താ ചെയ്യണേ, എന്തോ ഓയിലാ വെക്കണേ, അങ്ങനെ ഇങ്ങനെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല. കുളിക്കാറുണ്ടോ? അതാണ് ഞാൻ പറയാനുള്ളത്, കുളിക്കലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മുടി ഇങ്ങനെ വെക്കണ. സോപ്പ് ഉപയോഗിക്കില്ല, അത്ര. സോപ്പ് ഉപയോഗിക്കാറില്ല, ഷാമ്പു ഇല്ല. ഷാമ്പു യൂസ് ചെയ്യും, പക്ഷെ ആഴ്ചയിൽ ഒരു 2 വട്ടം യൂസ് ചെയ്തു. എത്ര വട്ടം കുളിക്കാറുണ്ട്? തല ഡെയിലി കുളിക്കലുണ്ട്. ശരിക്കും മനുഷ്യനായ ഡെയിലി കുളിക്കണ്ടല്ലേ? അങ്ങനെയാണ് പ്രകൃതി നിയമം. അതെ, നമ്മള് കുളിക്കലുണ്ട്. അപ്പൊ ഫിജിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ അറിയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. നിന്റെ നാട് ഏതാണ്? ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു നിന്റെ നാട് മലപ്പുറം നിലമ്പൂരാണ് എന്നുള്ളത്. അപ്പൊ നിലമ്പൂര് ഈ ഒരു ഇലക്ഷന് മുഖ്യമന്ത്രി VD സതീശനായെങ്കിലും നിന്റെ മണ്ഡലത്തിലെ MLA ആരാന്ന് നീ അറിയണമല്ലോ, അറിഞ്ഞിരിക്കണമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അറിയാവോ? പിന്നെന്താ, ആരാ നിന്റെ MLA? ബാബുട്ടിക്ക. ബാബുട്ടിക്ക നമ്മൾ വിളിക്കുന്നത്, നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത്. അല്ലാതെ ആര്യാടൻ ഷൗക്കത്ത് ആരുടെ മോനാ? ആര്യാടന്റെ മോന്, ആര്യാടൻ മുഹമ്മദിന്റെ. ചെറുതായിട്ട്, കൂടുതലൊന്നുമില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ അധികം പുറത്ത് കാണിക്കാറില്ല. ഇല്ല, നൈസിൽ ഇങ്ങനെ തട്ടിവിടും. ഓക്കെ, അപ്പൊ ഞാൻ നിനക്ക് ചെറിയൊരു ടാസ്ക് തരാം. ഞാനിപ്പം ബാപ്പുട്ടിക്കാനെ വിളിച്ചു തരാം. അപ്പൊ നിനക്ക് ഇതുപോലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിച്ച പോലെ ഒരു ചാൻസ്, നിന്റെ മണ്ഡലത്തിലുള്ള നിന്റെ MLA അടുത്ത് നീ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അറിയാനൊരു ആഗ്രഹം. അപ്പൊ എന്റെ മണ്ഡലത്തിലെ കാര്യം തന്നെ ചോദിക്കണം, അതല്ലേ വേണ്ടത്. നീ എന്തോ കരുതിക്കൊണ്ട് ഇല്ലാതെന്താ, ഞാൻ പറഞ്ഞുതരാ. ഇതിപ്പോ നമ്മള് CM ആയതുകൊണ്ടാണ് CM-നോട് കേരളം മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചത്. ഇപ്പൊ എന്റെ മണ്ഡലത്തിലുള്ള ഒരാളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ മണ്ഡലത്തിന്റെ ഉള്ളത്തെ ഒരു കാര്യമല്ലേ ചോദിക്കണ്ടേ? അത് ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. അപ്പൊ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ നീ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം ചോദിക്കാന്നൊന്ന് ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിച്ചുതരാം. ഒരു ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ട് ചെറുത് മതി, നാട്ടിലുള്ള കുട്ടികൾക്ക് കളിക്കാനും. എന്റെ അനിയനുണ്ട്, അനിയന് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല.
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എല്ലാവരുടെയും വിഷമം നീ ഇപ്പൊ ചോദിക്കാൻ പോവാണ്. അതെ, കിട്ടിയാലോ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ, കിട്ടിയാലോ. അതെ, ഓക്കെ, നമുക്കത് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. എടുക്കോന്ന് എനിക്ക് അറിയില്ല. ഹലോ ബാബുട്ടിക്ക. ഞാൻ അന്ന. ഹലോ, ഞാനേ ഫോണൊന്ന് ലൗഡിലിടാണേ. മറ്റേ മുഖ്യമന്ത്രിയുടെ അടുത്ത് പൂക്കി ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, മോഡിഫിക്കേഷൻ്റെ കാര്യം. അവന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ഒരു ചോദ്യം ഇക്കനോട് ചോദിക്കുക. കാരണം നിലമ്പൂർക്കാരനാണല്ലോ. അപ്പം നിലമ്പൂർക്കാരനായോണ്ട് യെസ്, ആ പൂക്കി നിലമ്പൂർക്കാരനാണ്. അപ്പം അവനൊരു ചോദ്യം ഇക്കനോട് ചോദിക്കണം. അവൻ്റെ നാട്ടിലുള്ള MLA അല്ലേ? അവൻ്റെ നാട്ടിലുള്ള MLAനോട് അവനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇക്കയുടെ ഫോൺ അവന് കൊടുക്കാം. ഓക്കെ, ലൗഡിലായിരിക്കേ. പാപ്പുട്ടിക്ക, സുഖം സുഖം. എന്താ അവിടുത്തെ വർത്താനം? നീ ഭയങ്കര വൈറലായി പോയില്ലേ? ഭയങ്കര ഒന്നായിട്ടില്ല, പിന്നെന്താ, ഗംഭീരമായി. ക്യാപ്ഷൻ ആയിരുന്നു, വൈറലായി. ഞാൻ നിങ്ങളെ വിളിക്കണം എന്നൊക്കെ കരുതീനി. അത് കുഴപ്പമില്ല, ഉഷാറായി. താങ്ക് യു. ഇവരെന്തോ ചോദിക്കാനൊക്കെ പറഞ്ഞ് എന്തേലൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോഴേ നമ്മള് സ്വാഭാവികമായിട്ട് ഒരു മലപ്പുറംകാരനാണല്ലോ. നിലമ്പൂരുകാരനാണ്. അപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും വരും വോട്ട് ചോദിക്കാൻ നേരത്തെ ഒരു ഗ്രൗണ്ട് തരാന്ന് പറയും. ഇതുവരെ അത് നടന്നിട്ടില്ല. അപ്പൊ അത് അതിന്റെ കാര്യത്തിലൊരു തീരുമാനം. ഞാൻ കറക്റ്റ് എടക്കരയാണ്. എടക്കര മരം വെട്ടിച്ചാലേ അറിയും. അതിപ്പോ എന്താ സംഭവം അറിയോ? ഈ ഗ്രൗണ്ട് ഒരു ചെറിയ കാര്യമില്ലല്ലോ. ശരിയാ, അതെ. ഏറ്റവും ചുരുങ്ങിയത് 1 ഏക്കർ സ്ഥലമെങ്കിലും മിനിമം വേണം ഒരു ഗ്രൗണ്ടിന്. ഈ ഗ്രൗണ്ട് 1 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒന്ന് കേരളത്തിലെ ഭൂമിയുടെ വില അറിയാലോ, മറ്റു സ്റ്റേറ്റുകളുടെ പോലെയല്ല. ശരിയാ. അപ്പം ഇതിന്റെ കോസ്റ്റ് ഭയങ്കരമാണ്. പിന്നെ അത് മാത്രമല്ല, ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് സ്ഥലം വാങ്ങാനൊന്നും സർക്കാർ കാശ് കൊടുക്കില്ല. ശരിയാ. സർക്കാരിന്റെ സംവിധാനം എന്ന് വെച്ചാൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ അതിന് മാത്രമേ പിന്നെ കാശ് കൊടുക്കുള്ളൂ. വാസ്തവത്തിൽ അതിനൊരു ഇത് തന്നെ വേണമെന്നില്ല അഭിപ്രായം. കാരണം ഗ്രൗണ്ടുകളുടെ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ടെങ്കിലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവരാൻ അതിന് സർക്കാർ സഹായിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. പിന്നെ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പൊ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ പഞ്ചായത്തുകൾ പൈസ നീക്കി വെക്കും കുറച്ചൊക്കെ, അവർക്കും അധികം ഉണ്ടാവില്ല. പിന്നെ നാട്ടുകാരൊക്കെ കൂടി കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ പല സ്ഥലങ്ങളിലും ഗ്രൗണ്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, സർക്കാർ ഇങ്ങനെ ഗ്രൗണ്ടിന് വേണ്ടി പൈസ നീക്കി വെക്കുന്നില്ല വാസ്തവത്തിൽ. അപ്പൊ എന്തായാലും അവിടുന്ന് ഒരു നിങ്ങളൊക്കെ കൂടി ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിനോടും കുറച്ച് ഫണ്ട് വെക്കാൻ പറയാം. തീർച്ചയായും നമുക്കും തന്നെ പബ്ലിക്കിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് എടുക്കാം. അതെ. അല്ല, നമ്മളെ നാട്ടിലും വേണൊരു ഗ്രൗണ്ട്. അതാ കാരണം എല്ലാരും ഈ ടർഫ് ആശ്രയിച്ച് നിൽക്കുമ്പോഴേ ആഴ്ചയിൽ ഒരിക്കലേ ഇപ്പൊ കുട്ടികളൊക്കെ കളിക്കണുള്ളൂ. അപ്പോ പണ്ടൊക്കെ ഞാന് ചെറുപ്പത്തിലൊക്കെ ഡെയിലി ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക്, വൈകുന്നേരം വൈകുന്നേരം അങ്ങനെ കളിച്ച ആളാ. അപ്പൊ ഇപ്പൊ നാട്ടിൽ പോയ ആഴ്ചയിൽ ഒരിക്കൽ കളിച്ചു അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് സ്ഥിതി. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് ആലോചിക്കാം, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എന്തായാലും അതിന്റെ റിസൾട്ട് ആയിട്ട് ഇപ്പൊ ഈ പൂക്കോട്ടുപാടത്ത് അങ്ങനെ 2 ഗ്രൗണ്ട് ഉണ്ടായി. നാട്ടുകാർ കൂടി ക്ലബുകളൊക്കെ കൂടി ഭയങ്കരമായിട്ട് അവർ ബെനിഫിറ്റ് ഷോ ഒക്കെ വെച്ച് കാശ് കളക്ട് ചെയ്തു. പ്ലസ് മാത്രമല്ല പഞ്ചായത്ത് ഒരു ഫണ്ട് വെച്ചു. ഇതിനൊക്കെ മുന്നിൽ നിൽക്കാനായിട്ട് നമുക്കൊരു ലീഡർ വേണം. അതാണ് ഞങ്ങളെ ഷൗക്കത്ത്. നോക്കാൻ നമുക്ക് എന്തായാലും വന്നിട്ട് ബന്ധപ്പെടും. ഞാനിപ്പോ ഇവിടെ ഉണ്ട്, ഇന്റർവ്യൂവിന്റെ മുന്നിലാ. എറണാകുളത്ത്. അതെ, എറണാകുളത്ത്. അപ്പൊ എന്തായാലും നിന്റെ ക്യാപ്ഷൻ ഗംഭീരമായി. താങ്ക് യു. നീ ഒരു വൈറൽ താരമായി. താങ്ക് യു. അപ്പൊ അത് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. വളരെ സന്തോഷം. അപ്പൊ ഇത്രയൊക്കെയായില്ലേ, നിന്ന് ചിരിച്ചു കാണിച്ചു, അടിപൊളി കോംബോ ആയി നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സീമ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ?
എടാ ഈജൊക്കെ എവിടെ എത്തി ഇത് ഒന്ന് ഒരാഗ്രഹം കൊണ്ട് CM എന്നൊക്കെ പറഞ്ഞാൽ ആരാ? ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ എനിക്ക് മെസ്സേജ് ഉത്തരക്കാ പണി അല്ല, എന്നാലും ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് വീഡിയോ കൊള്ളാടാ എന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല. ആൾക്ക് ഇനി 5 കൊല്ലത്തില് ഒരു മൊമെന്റേ ഉള്ളൂ ഈ സംഭവം. അത് ശരിയാ. അപ്പം ആൾക്കത് മൈൻഡ് ആക്കേണ്ട ആവശ്യം തന്നെ. പക്ഷെ എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയ സന്തോഷം. ഇല്ലാതെ മെസ്സേജ് തീർക്കുന്നില്ല. എന്നാലും ഇതിന് നീ പക്വതയാർന്ന മറുപടി പറയുന്നു ഞാൻ വിചാരിച്ചില്ല. അതല്ല, CM-ന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിരുന്നു. CM അല്ല വിളിച്ചത്, നമ്മളെ എന്താ ഇപ്പൊ വക്കീൽ വിമല ചേച്ചി പറഞ്ഞൊരു ചേച്ചി വിളിച്ചു. അപ്പം ആള് വിളിച്ചു, ഇങ്ങനെ കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. അതന്നെ സന്തോഷായി. അഡ്വക്കേറ്റ് വിമല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോർട്ടിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. പുള്ളിക്കാരത്ത് നിന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു എന്ന് പറയുമ്പോ തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം നിനക്ക് എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? ആള് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചു എന്ന് പറയണ വലിയ കാര്യമാണ്. അപ്പം ആള് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തു തരാന്ന് പറഞ്ഞു, കാണാന്ന് പറഞ്ഞു. അത് തന്നെ വലിയ കാര്യം. താങ്ക് യു ചേച്ചി. ഇനിയിപ്പം CM-നെ കാണുമ്പോ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ മനസ്സിൽ ഇനി ചോദിക്കാനായിട്ട്? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാണാനും ഒരു ഫോട്ടോ എടുക്കാനും. അത്രന്റെ ഇല്ലാതെ ചോദ്യങ്ങളായിട്ടൊന്നുമില്ല. അതെ. നിനക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ്സിൽ സൗജന്യ യാത്ര, മോഡിഫിക്കേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആശാ വർക്കർമാരുടെ കേസാണെങ്കിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കും തോന്നുന്നുണ്ടോ? നിലപാടുകളുടെ രാജകുമാരനാണ് നമ്മുടെ CM, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് നടപ്പിലാക്കൂ? എനിക്ക് പറയാനുള്ള ഉത്തരം തന്നെ നിങ്ങൾ പറഞ്ഞു, നിലപാടുകളുടെ രാജകുമാരനാണ്. അല്ല, പല ആൾക്കാരും കുറെ പഴയ സിനിമന്റെ പേരൊക്കെ വെച്ചിട്ട് കുറെ സ്ഥാനാർത്ഥിക്ക് നിന്ന് ഇപ്പൊ തോറ്റോ ജയിച്ചോ തോന്നുന്നുണ്ട് കുറെ ആൾക്കാർ. എല്ലാം തോറ്റതോ. അപ്പൊ അങ്ങനെ കുറച്ച് സംഗതികളുണ്ട്. അപ്പൊ അവരെ പോലെ ആവൂല, നിലപാടുണ്ട് നമ്മുടെ CM-ന് എന്നാണ് തോന്നുന്നത്. അല്ല, ഓൾറെഡി പഴയ സിനിമ 2020 ആണോ? അത് ഞാൻ പറയണില്ല. അല്ലെ, പഴയ സിനിമ എന്ന് പറയുമ്പോ എന്നാലും നല്ല സിനിമ തന്നെ അത്. അല്ല, ആലോചിച്ച് നോക്കി, ഒരു മാസം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൽ എൻജോയ് ചെയ്തില്ലേ? ഒരു റിയാലിറ്റി ഷോ എന്നുള്ള ലെവലിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണുമ്പോ സ്ക്രോൾ ഒക്കെ ചെയ്യുമ്പോ അല്ലേ? ഓക്കെ, ഇനിയിപ്പോ വേൾഡ് കപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കണം എന്നാണ് പേഴ്സണലി നിന്റെ ആഗ്രഹം? സ്വാഭാവികമായിട്ടും ജയിക്കാത്ത ടീം ജയിക്കണം. താങ്കൾ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് നമ്മളെ ക്രിസ്ത്യാനോന്റെ അവസാനത്തെ മാച്ചാണ്. അപ്പം അവസാനത്തെ മാച്ചാന്നല്ല, അവസാനത്തെ വേൾഡ് കപ്പാണ്. അപ്പൊ ആള് ജയിച്ചാ കൊള്ളാന്നുണ്ട്, ജയിക്കണം എന്നുണ്ട്. എന്നാണ് VD സതീശൻ പറഞ്ഞ പോലെ 100 സീറ്റ് കിട്ടും ഉറപ്പിച്ച് പറഞ്ഞ പോലെ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നുണ്ട്. ആളെ ഗെയിം കണ്ടിട്ട് എനിക്ക് ഒരു 34-36 വയസ്സുള്ള ഒരാള് കളിക്കണ പോലെ അല്ലേ നമുക്ക് ആർക്കാണെങ്കിലും ഫീൽ ചെയ്യാം. ഭയങ്കരമായിട്ട് ഇപ്രാവശ്യം അടിക്കും തോന്നുന്നുണ്ട്. അടിക്കും, ഉറപ്പാണ്. നമുക്ക് നോക്കാം. അടിച്ചാ മതി. ഇപ്പൊ ഒരു ജഡ്ജ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യുവാക്കളെല്ലാം വെറും പാരസൈറ്റ്സ് മാത്രമാണ് എന്നുള്ളത്. അപ്പം അതിനുശേഷം നമ്മൾ കണ്ടു ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങി, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ പറ്റി നിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? നമ്മൾ യുവാക്കളെല്ലാം അങ്ങനെയാണോ? ഈ യുവാക്കളെ പറ്റി പറയാൻ ഒരിക്കലും മൂപ്പർക്കൊന്നും ഒരു അധികാരമില്ല. കാരണം എന്താ വെച്ചാല് പശുവിനെ ബീഫാണെന്ന് പറയുന്ന ടീമാണ്. പശു വേറെ, ബീഫ് വേറെ. അതന്നെ എനിക്ക് പറയാനുള്ളൂ. അതെന്താ അങ്ങനെ നീ പറയാനുള്ള ഒരു റീസൺ? പശു വേറെ ബീഫ് വേറെ അതൊക്കെ ഓക്കെ, പക്ഷെ എന്തുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞു? നമ്മളെ യുവാക്കൾ അടിപൊളിയല്ലേ? എന്താ ഒരു പ്രശ്നം നമ്മളെ യുവാക്കൾക്കുള്ളത്? എന്തുകൊണ്ടും ടെക്നോളജിപരമായിട്ടും എന്തുകൊണ്ടും ഈ വയസ്സായ ആൾക്കാർ തരാറെ ഏറ്റവും ബെറ്ററുള്ളത് നമ്മളെ യുവാക്കളാണ്. അത്ര തന്നെ. വയസ്സായ ആൾക്കാരെക്കാളും ബെറ്റർ നമ്മളാണ്. ഉറപ്പാണ്? ഉറപ്പല്ലേ? അതെന്താ അങ്ങനെ? എന്തൊക്കെ ഇപ്പോഴത്തെ എപ്സ്റ്റീൻ ഫയൽസ് ഉണ്ട്, ഇതിനെ കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടില്ല. നമ്മൾ യുവാക്കൾ തന്നെ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കാം. രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ പറയണ്ടേ? ഇതിനു മുന്നും ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുവാക്കളെല്ലാം വെറുതെ ബിരിയാണി കഴിച്ച് ഉറങ്ങാൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ എന്ന്. അതിനോടൊക്കെ നീ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ബിരിയാണി അങ്ങനെയുള്ള പൈസ ഉണ്ടാക്കിയിട്ട് ബിരിയാണി നിന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ വേറെ ഉണ്ടാക്കിക്കോ. ഇല്ലാതെ 24 മണിക്കൂർ പണിയെടുക്കേണ്ട ആവശ്യം യുവാക്കൾക്കില്ല.
ഇപ്പൊ ട്രേഡിങ് പറഞ്ഞ സംഭവങ്ങളുണ്ട്, കുറെ സംഗതികൾ നമ്മൾ ഓൺലൈനിൽ തന്നെ കുറെ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ. ഇതൊക്കെ ഉറങ്ങിക്കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഉറങ്ങിക്കൊണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഇവര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? കാണുന്ന ആൾക്കാർക്ക് ഇത് ഉറങ്ങിക്കാരാ, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പരാല ഇരട്ടി പൈസ മൂലുണ്ടാക്കും. അപ്പൊ നിനക്ക് ഇങ്ങനെ വൈറലായതിനു ശേഷം ഇങ്ങനെ വലിയ വൈറലൊന്നും ആയിട്ടില്ല. എന്നാ ശരി. വലിയ വൈറലൊന്നും പാൻ ഇന്ത്യ വീഡിയോ വൈറലായത്. എന്തായാലും നീ എടുത്ത വീഡിയോന്റെ ഒപ്പം സാറ്റലൈറ്റ് ചാനൽസ് എല്ലാം വന്ന് നിന്നെ കവർ ചെയ്തിട്ടുണ്ട്. വൈറലായി, നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയാ? ഞാൻ രാവിലെ ഉറങ്ങി നീച്ച് നോക്കുമ്പോണ്ട് മാതൃഭൂമി വിളിക്കണേ വീടിന്റെ ലൊക്കേഷൻ അയച്ചുതരാണ്. വീടിന്റെ ലൊക്കേഷൻ അയച്ചു. ഞാൻ നീച്ചണത് 10 മണിക്കാ. 8 മണിക്ക് വരെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കണേ. ഞാൻ അപ്പൊ തന്നെ പല്ലും തേച്ച് വേഗം റെഡിയായി മുടി മാറുന്നൊക്കെ അവിടെ പോയി ഉത്തർന്ന് കഴിഞ്ഞു അത്ര. എന്നിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മാതൃഭൂമി നിന്റെ റിയാക്ഷൻ ഒക്കെ എടുക്കാൻ വന്നപ്പോ? നല്ല രസമുണ്ട്. പേടി ഉണ്ടായിരുന്നോ? എന്ത് പേടി? നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, പേടിയൊന്നുമില്ല, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇനിയിപ്പൊ ഞങ്ങൾക്കൊരു ഭീഷണിയാവും, ആങ്കർ ഫീൽഡിലേക്കൊക്കെ നീ ഇറങ്ങണ്ടോ? മലയാളത്തിൽ ശരിക്കും 2 വർത്താനം പറയാൻ പറഞ്ഞാൽ എനിക്ക് വായിക്കൂല സത്യം പറഞ്ഞാൽ. നീയാണ് ഇപ്പൊ ചോദ്യം ചോദിച്ച വൈറലായത്. അതല്ല, ഇത് സംഭവം എന്താ വെച്ചാല് ഈ ഒരു മലപ്പുറംകാരന് മലപ്പുറം സ്ലാങ് വിട്ടിട്ട് ഒരു ഇതിലേക്ക് വരാൻ കുറച്ച് റിസ്ക്കാ. കുറച്ച് ഞാനിപ്പോ എറണാകുളം വന്നിട്ട് 3 വർഷത്തോളായി. ഇതുവരെ എനിക്ക് ഈ സ്ലാങ് വിട്ടിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് വിടാൻ എനിക്കും ആഗ്രഹമൊന്നുമില്ല, അത് വേറെ കാര്യം. അതന്നെ നമ്മുടെ കംഫർട്ട് സോൺ അതാണ്. അതെ അതെ. പക്ഷെ ആ ഒരു സംസാരം എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിയുമ്പോ, ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോ നിന്റെ സംസാരത്തിനും ഫാൻസ് ആയിരിക്കും. നീ എടുത്ത വീഡിയോക്ക് ഫാൻസ്, നിന്റെ വോയിസിന്, സ്ലാങ്ങിന് ഫാൻസ്. അങ്ങനെ പറയണെങ്കിൽ അതൊന്നും നമ്മളെ കുറ്റല്ല. ഇതൊക്കെ നമ്മളെ എഴുത്തച്ഛൻ ഏത് നാട്ടുകാരനാ? മലപ്പുറക്കാരാണ് മൂപ്പര്. വായാന്ന് എഴുതിയത് വാഴാന്ന് വായിച്ചത് നിങ്ങളെ കുറ്റാണ് അല്ലേ? ശരിയല്ലേ? അല്ലല്ല, അങ്ങനെയാണോ അച്ചടി ഭാഷ? അല്ലേ, ഞാനൊരു തമാശ ശരിക്കും മനസ്സിലായി. പിന്നെ അപ്പം ഇതേപോലെ ഫാൻസ് ഇപ്പോഴും ഉണ്ടാവല്ലോ. നീ ഇന്റർവ്യൂ ഇറങ്ങാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഓൾറെഡി ഫാൻസ് അല്ല. അത് സംഭവം വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ ചോദ്യം ഇഷ്ടപ്പെട്ട് മുഖ്യമന്ത്രിനെ ഇഷ്ടപ്പെട്ടിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ. മുഖ്യമന്ത്രിനെ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റാ അക്കൗണ്ട് പോയിട്ട് അവർക്ക് മെസ്സേജ് അയക്കാൻ അറിയാം. റിപ്ലൈ കൊടുക്കുമല്ലോ, അത് വിചാരിച്ചിട്ടൊന്നല്ല. നിനക്കപ്പോ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? ഒരുപാട് ആൾക്കാർ. ഇന്ന് രാവിലെ ഒരു മെസ്സേജ് രാവിലെ ഒരു മെസ്സേജ് വന്നേ. ആദ്യം ഹായ് ഹലോ ഓൻ്റെ പേരൊക്കെ പറഞ്ഞു ഇങ്ങനെ മെസ്സേജ്. അതൊക്കെ ഞാൻ കണ്ടു, റിപ്ലൈ കൊടുത്തില്ല. പിന്നെ 2-3 കോൾ. അപ്പം ഞാൻ അർജന്റാണ് എന്ന് കരുതി ഒന്നുകൂടി നോക്കിയപ്പം താഴത്തെ എഴുതി കോളിന്റെ താഴെ ഒരു 20 RS ഉണ്ടാവോ തരാൻ. കടം ചോദിക്കാൻ വേണ്ടി ഇവരെ വിചാരം ഞാൻ കൊറേ പൈസ ഉണ്ടാക്കി. 5 ഉറുപ്പിക ഇട്ടിട്ടില്ല, കയ്യിന്ന് പോയത് മാത്രമേ. വൈറലായെന്ന് പറഞ്ഞ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ചെലവ് കൊടുത്തു. സത്യാണ്. ഇന്നോട് മന്തി വാങ്ങി കൊടുത്തിട്ടുള്ളൂ. എനിക്കിട്ടില്ലല്ലോ മന്തി. ചിരി സൂപ്പറാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നു. എന്റെ ചിരിക്ക് മനസ്സായി. എന്തായാലേ 32 എന്റെ ചിരിനെ പറ്റിയല്ലേ പറഞ്ഞത്, മുഖ്യമന്ത്രിന്റെ ചിരിനെ പറ്റിയാവും. അല്ലടാ, നിന്റെ ചിരിനെ പറ്റി. അത് കഴിഞ്ഞിട്ട് നിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വന്നില്ല, ആ ചിരിയായിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞ. പിന്നെ മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലേക്ക് അവർ മെസ്സേജ് അയച്ചപ്പോ നിന്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് മെസ്സേജ്. എന്റെ നമ്പർ എവിടുന്ന് കിട്ടിയതാ? കൊറേ ആൾക്കാർ മെസ്സേജ് അയക്കണേ. കൊറേ വയസ്സായ ആൾക്കാരൊക്കെ, വയസ്സായെന്നല്ല മാമന്മാരൊക്കെ മെസ്സേജ് അയച്ചിട്ട് അടിപൊളി. ചില ആൾക്കാർ ഈ തംസപ്പ് മാത്രം അയച്ചിരുന്നു. എന്താ എനിക്കറിയില്ല, ആരാന്ന് അറിയില്ല. അപ്പൊ ഞാനും ഇങ്ങനെ ലൈക്ക് ലവ് ചിഹ്നൊക്കെ വിട്ടെടുക്കും. നമ്മളെല്ലാവർക്കും റെസ്പോണ്ട് പറ്റുന്നിടത്തൊക്കെ. ഇനിയിപ്പോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടോ? അലിൻ ജോസ് പെരേരയുടെ ഒക്കെ ഓ ചിരി സൂപ്പർ, താങ്ക് യു. ഒറ്റ റീൽ കൊണ്ട് കേരളം തൂക്കിയത്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ നിനക്ക്? കിട്ടിയ അനൂപ് മേനോനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് അനൂപ് മേനോൻ അനൂപ് മേനോ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എന്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ അനൂപ് മേനോട് ചോദിക്കാൻ നിൽക്കായിരുന്നു. ഇങ്ങനെ സാർ എന്തുകൊണ്ട് February 14th അനൂപ് മേനോന്റെ ആ സിനിമ ഇറങ്ങാന്ന്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് February 14th ചോദിക്കേന്. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ തന്നെ ആള് പറഞ്ഞു അനൂപ് മേനോന്റെ ഏതാ മറ്റേ ബോക്സിംഗ് ഉള്ള പടാണോ? അല്ലല്ല, ഈ അടുത്ത് അവസാനമായിട്ട് ഇറങ്ങിയത് തനിനിറം ഇറങ്ങുന്ന സമയത്ത്. അപ്പം
അത് ഞാൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആള് പറഞ്ഞു നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ എന്താ അപ്പോൾ ഒരു അവസരം എന്തായാലും കിട്ടും, നീ സിനിമയിൽ അഭിനയിക്കും, അങ്ങനെ സിനിമയിൽ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഞാൻ അന്തം വിട്ട്. അങ്ങനെയൊക്കെ പറയുമ്പം ഞാൻ എന്താ പറയാ, ഇവരൊക്കെ കനവില് മാത്രം കണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത് മുന്നേ നീ വൈറലായി. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കാം എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടതാ. എന്റെ അമ്മയുടെ അന്വേഷണം ഫിജിൻ, എന്റെ അമ്മ പറഞ്ഞു സുന്ദരൻ ഫിജിൻ. ഓഹോ, ഏതെങ്കിലും ചെക്കന്മാര് കളിയാക്കി പറയാൻ പറ്റില്ലല്ലോ. അലിൻ ജോസ് പെരേരയുടെ സ്റ്റിക്കർ ഇട്ടെടുത്താ ഒരു സ്നേഹം കൊണ്ട് ഭയങ്കര ഇഷ്ടം അലിൻ ജോസ് പെരേരനെ. ഭയങ്കര ഇഷ്ടം അലിൻ ജോസ് പെരേരനെ ഇഷ്ടപ്പെടാൻ കാരണം എന്റർടൈൻമെന്റ് അല്ലേ? എന്റർടൈൻമെന്റ് ആണോ? ഭയങ്കര രസല്ലേ ആളെ കാണാൻ. അങ്ങനെയാണോ? പണിക്ക് പോവാതെ ശിവനും അല്ലേ എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ നല്ല രസം. അതെ, എന്തെങ്കിലും 2 ക്വാളിറ്റി പറ എന്റർടൈൻമെന്റ്. പിന്നെ തന്നെ പണിക്ക് പോവാതെ പറഞ്ഞില്ലേ, അതെനിക്ക് പണിക്ക് പോവാതെ പൈസ ഉണ്ടാക്കിയോ ഉണ്ടാക്കുന്നുണ്ട്. ശരിയാ, നമ്മളിത് കണ്ടിട്ട് നമ്മള് വിചാരിച്ച പോലൊന്നുമല്ല. ഈ അലിൻ ജോസ് പെരേരൻ്റെതാണ് ആ ഫേസ്ബുക്ക് ചാനല്. ആ ഫേസ്ബുക്കിൽ നിന്ന് ഏറ്റവും റീച്ച് ഉള്ളത് അവനാണ് അലിൻ ജോസ് പെരേരന്. അത് വെച്ചിട്ട് എത്ര അവന് പൈസ ഉണ്ടാക്കുന്നത്. അതാണ്, അവന് ബുദ്ധിയുണ്ട്, പണിയെടുക്കാതെ കാശ് ഉണ്ടാക്കുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസിനെ ഒക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കാം. നിനക്കൊരു ചാൻസ് കിട്ടിയ നീ ബിഗ് ബോസിൽ പോവോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ ചോദിക്കല്ലേ. ബിഗ് ബോസ് പരിപാടി നല്ല രസമാണ് കാണാന്, പക്ഷെ കളിക്കാൻ രസമുണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആ രസം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് നീ കളിച്ചു നോക്കുക എന്നുള്ളതാ ചോദ്യം. എനിക്ക് തോന്നുന്നില്ല രസം ഉണ്ടാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാല് 24 മണിക്കൂർ നമ്മള് ഫോൺ ഇങ്ങനെ തോണ്ടിട്ട് അവിടെ ഫോൺ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പറക്കും. ശരിക്ക് ആൾക്കാർക്ക് അടിച്ചില്ലെങ്കിലാണ് കൈ പരിപാടിയൊന്നുമില്ല. അതൊന്നുമില്ല. നമ്മൾ നീറ്റ് ചെക്കനാണ്. പെണ്ണിനെ തപ്പുന്നുണ്ടോ? പറയണോ? ഇല്ല, പെണ്ണിനെ തപ്പണില്ല. തപ്പണില്ല, വേണ്ട. നമ്മളിങ്ങനൊക്കെ തന്നെ 24 വയസ്സുണ്ട്, ഞാനും ഉണ്ട്. ഓക്കെ, അപ്പം ഇനി CM-നെ കാണുമ്പോ എന്റെ പ്രത്യേക അന്വേഷണം പറയാ. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.